കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 16 ഡാമുകൾ തുറന്നെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ബാണാസുര സാഗർ ഡാമിലെ സ്പിൽവേ ഷട്ടർ 10 മണിയോടുകൂടി ഉയർത്തും. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടും. പാലക്കാട് മലമ്പുഴ ഡാമും ഇന്ന് തുറക്കുന്നുണ്ട്. ആദ്യം റവന്യൂ മന്ത്രിയുടെ പ്രതികരണം കാണാം. ഡാമുകൾ പേടിക്കാവുന്ന ഒരു പ്രശ്നവും ഇപ്പം നിലവിലില്ല. 16 ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഇന്ന് മലമ്പുഴയും ബാണാസുരയും തുറക്കുമെന്ന വിവരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെയുള്ള അനുഭവങ്ങൾ വെച്ച് റൂൾ കർവുള്ള ഡാമുകളിൽ അങ്ങനെയും റൂൾ കർവ് നിയമപരമായി പാലിക്കാത്ത ഡാമുകളിൽ റൂൾ കർവിൻ്റെ ഏതാണ്ട് സ്ഥിതിവിശേഷം എത്തുന്നതിന് മുമ്പും പതുക്കെ തുറന്നുവിട്ട് രാത്രി തുറക്കാണ്ടാത്ത വിധത്തിൽ തുറന്നുവിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യം അവിടുത്തെ സർക്കാരുമായി കൃത്യമായി അവിടുത്തെ ജില്ലാ കളക്ടറുമായി അനുദിനം സംസാരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി തുറക്കരുത്, നേരത്തെയുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നിന്ന് അർജുനും പാലക്കാട് നിന്ന് അരുൺ അലത്തൂരും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസുമാണ് ഉള്ളത്. ആദ്യം സുബിനിലേക്കാണ്. സുബിൻ, മഴയൊന്ന് കനക്കുമ്പോൾ മുല്ലപ്പെരിയാർ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആശങ്കയായി വരുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? നിലവിലിപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 135 അടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട്. സ്പിൽവേ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിലവിലെത്തുക. അങ്ങനെയെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് ഇടുക്കി ഡാമിലേക്കാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം എത്തുക. അതുകൊണ്ട് തന്നെ ഈ വെള്ളം സംഭരിക്കാനുള്ള ശേഷി നിലവിലിപ്പോൾ ഇടുക്കി ഡാമിലുണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിൽ 2359 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. അത് ബ്ലൂ അലർട്ടിലേക്ക് എത്തണമെങ്കിൽ 2365 അടിയിലേക്കും ഓറഞ്ച് അലർട്ടിലേക്ക് 2371 അടിയിലേക്കും എത്തണം. റെഡ് അലർട്ട് വരണമെങ്കിൽ 2372 അടിയിലെത്തിയെങ്കിലേ ഒരു റെഡ് അലർട്ടിലേക്ക് കടക്കേണ്ട സാഹചര്യമുള്ളൂ. നിലവിലിപ്പോൾ ഈ ഒഴുക്കിവിടുന്ന വെള്ളം അത് സംഭരിക്കാൻ വേണ്ടുന്ന സംഭരണശേഷി നിലവിലിപ്പോൾ ഇടുക്കി ഡാമിനുള്ളത് കൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ നിലവിൽ നേരിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട്. കൂടാതെ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ മഴ പല സ്ഥലങ്ങളിലും മാറി നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഏതെങ്കിലും തരത്തിൽ ഈ സ്പിൽവേ തുറക്കേണ്ടതായി വന്നാൽ കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ആ ഒരു നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിന് വേണ്ട ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എന്തായാലും നിലവിൽ നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും ജില്ലയിൽ പരക്കെ മഴ നിലവിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ അർദ്ധരാത്രിയിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാലക്കാട് നിന്ന് അരുൺ അലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് മലമ്പുഴ ഡാമും ഇന്ന് തുറക്കുമെന്നാണ് അറിയിപ്പ്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? രാഖി, പാലക്കാട് ജില്ലയിലും മഴ ശക്തമായി തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഡാമുകളിലൊക്കെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഏതായാലും അല്പസമയത്തിനകം കൃത്യം 10 മണിയോടുകൂടെ തന്നെ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. 115.15 മീറ്ററാണ് മലമ്പുഴ ഡാമിൻ്റെ ജലനിരപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 115 മീറ്ററാണ് ഇതിൻ്റെ പരമാവധി ജലനിരപ്പ് എന്നിരിക്കെ ഈ 111.15 മീറ്റർ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകളും തുറക്കുകയാണ്. 5 സെൻറ്റിമീറ്റർ വീതം ഈ 4 ഷട്ടറുകളും ഉയർത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ജൂൺ 1 മുതൽ ഇന്നലെ വരെ പെയ്ത മഴയിൽ മലമ്പുഴയിൽ ഏകദേശം 346.1 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ ഇരട്ടിയാണ് ഇത് എന്നുള്ളതാണ് ജലസേചന വകുപ്പിൻ്റെ മഴ മാപ്പിനിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അധിക മഴ ഈ മലമ്പുഴയിൽ പെയ്തിരിക്കുന്നു എന്നുള്ളത്. അകമലവാരം മലനിരകളിൽ ശക്തമായ മഴയുള്ളതിനാൽ ഡാമിൻ്റെ ജലസ്രോതസ്സുകളായ പുഴകളിലും തോടുകളിലും ഒക്കെ ഒഴുക്ക് കൂടിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതിനു മുൻപ് ജൂണിൽ ഇത്രയും ജലനിരപ്പ് ഉയർന്നത്
2016 കഴിഞ്ഞ വർഷം ഇതേ സമയം 104.71 ആയിരുന്നു മലമ്പുഴ ഡാമിൻ്റെ ജലനിരപ്പ് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ശക്തമായ മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ മെയ് 23 മുതൽ ജൂൺ 26 വരെയുള്ള 35 ദിവസത്തിനിടെ പെയ്തിരിക്കുന്നത് 501.4 മില്ലിമീറ്റർ മഴയാണ്. കാലവർഷത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 104.3 മില്ലിമീറ്റർ അധിക മഴയാണ് ഇത്തവണ പാലക്കാട് ജില്ലയിൽ പെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്തത് ഇതിനു മുൻപ് 2018 ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു. അതുപോലെ തന്നെ 20 ദിവസത്തിനിടെ 654.2 മില്ലിമീറ്റർ മഴയാണ് അന്ന് പെയ്തത്. അന്ന് ജില്ല പ്രളയത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 20 ദിവസത്തിനിടെ 600.1 മില്ലിമീറ്റർ മഴ പെയ്തു. അതേസമയം ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് 10 വർഷത്തിന് ശേഷമാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2019 അതുപോലെ തന്നെ 2018 19 ഉൾപ്പെടെയാണ് ശക്തമായ മഴ പാലക്കാട് ജില്ലയിൽ പെയ്ത് ജില്ല പ്രളയത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അത് പക്ഷേ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അന്ന് മഴ പെയ്തത്. ഇത്തവണ ഏതായാലും ശക്തമായ മഴ ഇപ്പോൾ തന്നെ ഈ ജൂൺ മാസത്തിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഡാം ഏതായാലും അല്പസമയത്തിനകം തന്നെ തുറക്കും. രാഖി, ശരി. വയനാട് നിന്ന് അർജുൻ കൂടി ചേരുന്നുണ്ട്. അർജുൻ, ബാണാസുര സാഗർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ 10 മണിക്ക് ഉയർത്തുമെന്നാണ് നമുക്ക് കിട്ടിയിരുന്ന അറിയിപ്പ്. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കും എന്നും പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? തീർച്ചയായും ഇന്നലെ മുതൽ പെയ്ത മഴയ്ക്ക് ഇന്ന് രാവിലെ മുതൽ ഒരു ശമനമുണ്ട്. രാവിലെ 6 മണി മുതൽ ഇപ്പോൾ മഴ ഇതുവരെയും പെയ്തിട്ടില്ല എന്നുള്ളതാണ് വയനാട്ടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആശ്വാസം. താഴ്ന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല നിരവധി ഇടങ്ങളിൽ ഇപ്പോൾ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. മാനന്തവാടിയിലെ ചില ഏരിയകളിലൊക്കെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 32ഓളം പേർ ഇപ്പോൾ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബാണാസുര സാഗർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 10 മണിയോടെ ഈ ഷട്ടർ തുറക്കുന്നതാണ്. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തിനാ തന്നെ ഈ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ഇത്തരത്തിൽ മഴ പെയ്ത ഈ ഡാം നിറയുമ്പോൾ ഈ ഷട്ടറുകൾ തുറക്കാറുള്ളതാണ്. എങ്കിൽ തന്നെയും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂട വകുപ്പിന്റെ അടുത്തു നിന്നും നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ട്യൂഷൻ സെന്ററുകൾ അടക്കം അവധി ആയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പനമരം അതുപോലെ തന്നെ തഞ്ഞാൽ എന്നീ ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുളിഞ്ഞാൽ, അതായത് 2-4 പുളിഞ്ഞാൽ ഭാഗത്ത് ഇത്തരത്തിൽ ഗർത്തം, അതായത് ശക്തമായ മഴയെ തുടർന്ന് ഒരു ഗർത്തം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ കുറച്ചുപേരെ മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.